Hello students, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ച എക്സ്പ്ലെയിൻ ദ ചലഞ്ചസ് ഫേസ്ഡ് നോട്ടീസ് സെക്യൂരിറ്റി അതിൻ്റെ ബാക്കി പോർഷനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് വലിയതാണ്, പക്ഷേ ഈസിയാണ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് പാർട്ട് ബിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുന്നേ ചോദിച്ചിട്ടുമുണ്ട്, ലാസ്റ്റ് ഇയറിൽ ചോദിച്ചതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് ഒരു 11 മാർക്സിനൊക്കെ എഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്, അത് പാർട്ട് എയിൽ സെപ്പറേറ്റ് ആയിട്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ നിർത്തിയത്, കാരണം വീഡിയോ കുറച്ച് ലെങ്തിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ ആ പോർഷൻ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് വരണം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എവിടം വരെയായിരുന്നു നിർത്തിയത്? അപ്പം എന്തൊക്കെയായിരുന്നു? ഇറോഷൻ ഓഫ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ, പെർവസീവ് ലെഗസി സപ്പോർട്ട് സിസ്റ്റംസ്, ദെൻ എന്തായിരുന്നു ഇൻസെക്യൂർ ഓപ്പറേഷൻ പ്രോട്ടോകോൾസ് ഏതൊക്കെയായിരുന്നു നോക്കിയത്? മോഡ് ബസ് നോക്കി, ദെൻ DNP3 നോക്കി, ICCP നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് OPC അല്ലെങ്കിൽ OLE ഫോർ പ്രോസസ് കൺട്രോൾ എന്ന് പറയും. OPC ഇസ് ബേസ്ഡ് ഓൺ ദ മൈക്രോസോഫ്റ്റ് ഇൻട്രോപ്പറബിലിറ്റി മെത്തഡോളജി ഒബ്ജക്ട് ലിങ്കിങ് ആൻഡ് എംബഡിങ്, OLE. അപ്പോൾ OPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈക്രോസോഫ്റ്റ് ഇൻട്രോപ്പറബിലിറ്റി മെത്തഡോളജി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. സോ ഈ മൈക്രോസോഫ്റ്റ് ഇൻട്രോപ്പറബിലിറ്റി മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് ഒരുപാട് സിസ്റ്റംസ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സംഭവത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഇൻട്രോപ്പറബിലിറ്റി മെത്തഡോളജി എന്ന് പറയുന്നത്. അതായത് മൈക്രോസോഫ്റ്റിൻ്റെ ഇൻട്രോപ്പറബിലിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിസ്റ്റം അല്ലെങ്കിൽ ഡിവൈസ് ഇങ്ങനെയുള്ള സാധനത്തിലെല്ലാം കൂടെ ഒരുമിച്ചായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അത് അതിൻ്റെ APIയും പ്രോട്ടോകോൾസും അതെല്ലാം കൊണ്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെത്തഡോളജി ബേസിലാണ് ശരിക്കും പറഞ്ഞാൽ OPC വരുന്നത്, OPC എന്ന് പറയുന്ന പ്രോട്ടോകോൾ വരുന്നത്. ഓക്കെ, സോ ദ ഡിപ്പെൻഡൻസ് ഓൺ ദ RPC റിമോട്ട് പ്രൊസീജിയർ കോൾ പ്രോട്ടോകോൾ വിച്ച് ക്രിയേറ്റ് 2 ക്ലാസ്സസ് ഓഫ് എക്സ്പോഷർ. അപ്പോൾ ഈ RPC പ്രോട്ടോകോളിനെ ഈ പറയുന്ന OPC ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. RPC പ്രോട്ടോകോൾ എന്താണ്? റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ റിമോട്ടായിട്ട് അപ്പം ഞാനിപ്പോൾ ഒരു ഡിവൈസ് ആണെങ്കിൽ, എൻ്റെ അടുത്തൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ വേറൊരു ഡിവൈസിലുള്ള ഫങ്ഷൻസോ പ്രൊസീജിയേഴ്സിനോ ഞാൻ റിമോട്ടായിട്ടിരുന്ന് കോൾ ചെയ്യുന്നു. അതിൻ്റെ എന്താണ് ഒരു പർട്ടിക്കുലർ കോഡ് വെച്ചിട്ട് ഞാനതിനെ കോൾ ചെയ്ത് അത് യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആ റിസോഴ്സിനെ ആ ഒരു ഫങ്ഷൻസ്, ആ പ്രൊസീജിയേഴ്സ് അതിനെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും റിമോട്ടായിട്ടിരുന്ന്. മനസ്സിലായോ? അപ്പം നമ്മളൊരു ഡിവൈസ് ഉണ്ട്, വേറെ ഒരു ഡിവൈസിൽ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയറോ ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ എനിക്ക് അതിനെ റിമോട്ടായിട്ടിരുന്ന് യൂസ് ചെയ്യാം, ഒരു ഫംഗ്ഷൻ ഒരു കോൾ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ OPC RPC പ്രോട്ടോകോളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് 2 ക്ലാസ്സസ് ഓഫ് എക്സ്പോഷർ ക്രിയേറ്റ് ആവുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് റിക്വസ്റ്റ് യു ടു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് മെനി വൾണറബിലിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് RPC. അതായത് ഫസ്റ്റ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RPCക്ക് കുറേ വൾണറബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്തായാലും OPC RPCനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ RPC വരുന്ന വൾണറബിലിറ്റീസ് എന്താണോ അതെല്ലാം നമ്മൾ ഫസ്റ്റായിട്ട് മനസ്സിലാക്കണം. സെക്കൻഡ് എന്താണ്? റിക്വസ്റ്റ് യു ടു ഐഡൻറ്റിഫൈ ദ ലെവൽ ഓഫ് റിസ്ക് ദീസ് വൾണറബിലിറ്റീസ് ബ്രിങ് ടു എ സ്പെസിഫിക് നെറ്റ്വർക്ക്. അതായത് RPCനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളൊരു ഈ OPC ചെയ്യുമ്പം ഇത് എവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു നെറ്റ്വർക്ക് ഡിപ്ലോയ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്ത് എവിടെയാണോ അതിൻ്റെ ലെവൽ ഓഫ് വൾണറബിലിറ്റീസിൻ്റെ റിസ്ക് ലെവൽ എത്രയാണ്, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ക്ലാസ്സസ് ഓഫ് എക്സ്പോഷർ. നമ്മൾ OPCനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 2 ക്ലാസ്സസ് ഓഫ് എക്സ്പോഷറാണ്. ഫസ്റ്റ് എന്തായിരുന്നു? വൾണറബിലിറ്റീസ് എൻ്റെ RPC ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള RPCനെ ഡിപ്പെൻഡ് ചെയ്യുമ്പം അതിന് വരാൻ ചാൻസ് ഉള്ള വൾണറബിലിറ്റീസ് അത് നമ്മൾ മനസ്സിലാക്കുക. സെക്കൻഡ് എന്താണ്? requires you to identify level of risk these vulnerabilities bring to ഒരു സ്പെസിഫിക് നെറ്റ്വർക്കിലേക്ക് ഈ വൾണറബിലിറ്റീസ് കൊണ്ടുവരുന്ന റിസ്കിൻ്റെ ലെവൽ എത്രയാണ്. അപ്പോൾ ഇതാണ് 2 ക്ലാസ്സസ് ഓഫ് എക്സ്പോഷർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ OPCനെ കുറിച്ച് പറയാൻ വേണ്ടി. ഇനി അടുത്ത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇൻട്രോപ്പറബിലിറ്റി മെത്തഡോളജി എന്ന് പറഞ്ഞാൽ പല ഡിവൈസുകൾക്ക് സിസ്റ്റത്തിന് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് ഇൻട്രോപ്പറബിലിറ്റി മെത്തഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാം. ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ IEC പ്രോട്ടോകോൾ. IEC അലോസ് ഇൻട്രോപ്പറബിലിറ്റി ബിറ്റ്വീൻ വെൻഡേഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. അപ്പോൾ IEC ഇവിടെ അലോ ചെയ്യുന്ന എന്തൊക്കെയാണ്? ഇൻട്രോപ്പറബിലിറ്റി ബിറ്റ്വീൻ വെൻഡേഴ്സ്, അതായത് പല വെൻഡേഴ്സിൽ ഉള്ള സിസ്റ്റമായിട്ട് അവർ തമ്മിൽ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസും പോസിബിൾ ആക്കുന്നു. ആൻഡ് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ അലോ ചെയ്യുന്നതാണ് IEC എന്ന് പറഞ്ഞാൽ. ഇനി 3 മെസ്സേജ് ടൈപ്സ് ആർ ഇനിഷ്യലി ഡിഫൈൻഡ്. 3 മെസ്സേജ് ടൈപ്സ് ആണ് ഇതിൻ്റെ അത് ഇനിഷ്യലി ഡിഫൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാണ്?
MMS, ഗൂസ് ആൻഡ് SV. MMS എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് മെസ്സേജ് സ്പെസിഫിക്കേഷൻ, ഗൂസ് എന്ന് പറഞ്ഞാൽ ജനറിക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് സബ്സ്റ്റേഷൻ ഇവന്റ്, SV എന്ന് പറഞ്ഞാൽ സാമ്പിൾഡ് വാല്യൂസ്. ഈ MMS അതായത് മാനുഫാക്ചറിങ് മെസ്സേജ് സ്പെസിഫിക്കേഷൻ അത് യൂസ് ചെയ്യുന്നത് കൺട്രോൾ ആൻഡ് മോണിറ്ററിങ്ങിന് വേണ്ടിയാണ്. ഇനി ഗൂസ് ജനറിക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് സബ്സ്റ്റേഷൻ ഇവന്റ്, അത് ശരിക്കും എന്താണ്, ഇവന്റ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഗൂസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ SV സാമ്പിൾഡ് വാല്യൂ, അതായത് സാമ്പിൾ ഡാറ്റകളെ ട്രാൻസ്മിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിനായിരിക്കും സാമ്പിൾഡ് വാല്യൂ SV യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് മനസ്സിലാൻ വേണ്ടി. ഇനി ഒതന്റിക്കേഷൻ ഇസ് എംബഡഡ് ഇൻ MMS അതായത് മാനുഫാക്ചറിങ് മെസ്സേജ് സ്പെസിഫിക്കേഷൻ അകത്ത് ഒതന്റിക്കേഷൻ എംബഡ് ചെയ്തിട്ടുണ്ട്. അതായത് എന്താ, നമുക്ക് ഒരു ഒതന്റിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണോ ഈ ഡാറ്റ വരുന്നത്, അങ്ങനെ ഒരു കാര്യം അവിടെ എംബഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ക്ലിയർ ടെക്സ്റ്റ് പാസ്വേഡ്സ് വെച്ചിട്ടാണ് ഒതന്റിക്കേഷൻ കൊടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു സെക്യൂർ ആയിട്ടുള്ള കാര്യമില്ല, ഒരു പാസ്വേഡിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. സോ അതുപോലെ തന്നെ ഒതന്റിക്കേഷൻ ഇസ് നോട്ട് അവൈലബിൾ ഇൻ ഗൂസ് ആൻഡ് SV. പക്ഷേ ഈ ഗൂസ് SV ഇങ്ങനെയുള്ള മെസ്സേജ് ടൈപ്സിൻ്റെ അകത്ത് ഈ പറയുന്ന ഒതന്റിക്കേഷനും ഇല്ല. ഇനി ഫേംവെയർ ഇസ് ടിപ്പിക്കലി നോട്ട് സൈൻഡ്. ഫേംവെയർ എന്ന് പറയുന്നത് അവിടെ സൈൻ ചെയ്തിട്ടില്ല, വിച്ച് മീൻസ് ദർ ഇസ് നോ വേ ടു വെരിഫൈസ് ഒതന്റിസിറ്റി ഓർ ഇൻറ്റഗ്രിറ്റി. ഫേംവെയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒതന്റിസിറ്റി ഫേംവെയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒതന്റിസിറ്റിയും ഇൻറ്റഗ്രിറ്റി ഇല്ല. വിച്ച് മീൻസ് ഒതന്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണോ ഈ ഡാറ്റ വരുന്നത്, നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാം അവരായിരിക്കും അയച്ചത്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, വേറെ ആരും അല്ല, നമ്മൾ പറയില്ല വേറൊരാളുടെ ഫോൺ എടുത്തിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം, അപ്പോൾ അവിടെ എന്താ ഒതന്റിസിറ്റി ഇല്ലാതാവുകയാണ്. അതുപോലെ ഒതന്റിസിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടി ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണോ ഈ പറയുന്ന മെസ്സേജ് വരുന്നത്, അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി അവിടെ ഒന്നും ഇല്ല, അതാണ് ഫേംവെയർ ഇല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി ഇല്ല, അതായത് ഒരാൾ മെസ്സേജ് അയച്ചു, അതിൻ്റെ അകത്തൊരു കലർപ്പ് വരുന്നില്ല എന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ ഒരാളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വേറൊരാൾ കയറി ആ ഒരു മെസ്സേജിന് എന്തെങ്കിലും തിരുത്തിയോ എന്തെങ്കിലും പ്രശ്നം വരുത്തിയോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയോ ഇതൊന്നും നമുക്ക് അറിയാനൊരു വെരിഫൈ ചെയ്യാനൊരു വഴിയില്ല. ശരിക്കും അതിനെന്തൊക്കെ വേണ്ടത്, ഒതന്റിക്കേഷൻ വേണം, അതുപോലെ തന്നെ എൻക്രിപ്ഷൻ വേണം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒതന്റിസിറ്റി ഇൻറ്റഗ്രിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്, 3 മെസ്സേജ് ടൈപ്സ് ആണ് MMS, ഗൂസ്, അതുപോലെ തന്നെ SV. ഇപ്പോൾ ഇതിനെന്താ, MMSന് മാത്രമേ ഒതന്റിക്കേഷൻ ഉള്ളൂ, ബാക്കി 2 ഒതന്റിക്കേഷൻ ഇല്ല. ഫേംവെയറിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്താ, ഒതന്റിസിറ്റി നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല, ഇൻറ്റഗ്രിറ്റി വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പറയുന്നത് എന്താ, IEC പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത, അപ്പം ഇത്രയും പ്രോട്ടോക്കോൾസ് ആണ് നമുക്ക് നിലവിൽ പഠിക്കാനുള്ളത്. ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് സബ്ബായിട്ട്, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ DNP3 ഒക്കെ ഞാൻ വീണ്ടും പറയുക, പാർട്ട് എയിൽ എക്സ്ട്രാ എടുത്ത് ചോദിച്ചായിരുന്നു, DNP3 എക്സ്പ്ലെയിൻ ചെയ്യും, ICCP എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ നിങ്ങളത് കുറച്ചെങ്കിലും ആ ഒരു സംഭവം എന്താണെന്നെങ്കിലും എഴുതി വെക്കാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, ഇനി നമ്മളപ്പം OTയുടെ സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അത് നോക്കാൻ ബാക്കി. അപ്പോൾ അടുത്ത സെക്യൂരിറ്റി ഇഷ്യൂ ആണ് ഡിവൈസ് ഇൻസെക്യൂരിറ്റി എന്ന് പറയും. എന്താണ് ഡിവൈസ് ഇൻസെക്യൂരിറ്റി എന്ന് നോക്കാം. ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ദ ഡിവൈസ് ഇൻസെക്യൂരിറ്റി, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിവ്യൂ ദ ഹിസ്റ്ററി ഓഫ് what vulnerabilities were discovered and what type of devices were affected. അപ്പോൾ ഈ ഡിവൈസ് ഇൻസെക്യൂരിറ്റിനെ കുറിച്ച് അതിൻ്റെ ഒരു നേച്ചർ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം റിവ്യൂ ചെയ്യേണ്ടത് എന്താണ്, ഹിസ്റ്ററി ഓഫ് വാട്ട് വൾണറബിലിറ്റീസ് വെയർ ഡിസ്കവേർഡ്, എന്തൊക്കെ വൾണറബിലിറ്റീസ് ആണ് നിലവിൽ ഡിസ്കവർ കണ്ടുപിടിച്ചിട്ടുള്ളത്, അത് നമ്മൾ ആദ്യം റിവ്യൂ ചെയ്തെടുക്കണം. ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ഡിവൈസസ് വെയർ അഫക്റ്റഡ്, എന്ത് ടൈപ്പ് ഓഫ് ഡിവൈസുകളിലാണ് ഈ പ്രശ്നങ്ങൾ, ഈ വൾണറബിലിറ്റീസ്, ഈ ഒരു എന്താണ് ത്രെഡ്സ് അഫക്റ്റ് ആയിട്ടുള്ളത്, എന്ത് ടൈപ്പ് ഓഫ് ഡിവൈസിലാണ്, എന്തൊക്കെ വൾണറബിലിറ്റീസ് ആണ് ഉണ്ടായിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ റിവ്യൂ ചെയ്തെടുക്കണം. അതാണ് ഡിവൈസ് ഇൻസെക്യൂരിറ്റിയുടെ കാര്യം പറയുമ്പം ഹിസ്റ്ററി ആദ്യം നോക്കണം. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് വൾണറബിലിറ്റീസ് ആണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിവൈസുകളിലാണ് ഇത് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്, ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഡിവൈസ് ഇൻസെക്യൂരിറ്റി നോക്കാം, അതിൻ്റെ നേച്ചർ നോക്കാൻ വേണ്ടി. ഫസ്റ്റ്, മെനി ഓഫ് ദ സിസ്റ്റം യൂട്ടിലൈസ് സോഫ്റ്റ്വെയർ പാക്കേജസ് ദാറ്റ് ക്യാൻ ബി ഈസിലി ഡൗൺലോഡ് ആൻഡ് വർക്ക്ഡ് അഗെയിൻസ്റ്റ്. ആദ്യം തന്നെ എന്താ, മെനി ഓഫ് ദ സിസ്റ്റംസ് യൂട്ടിലൈസ്, ഒരുപാട് സിസ്റ്റംസ് സോഫ്റ്റ്വെയർ പാക്കേജസ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും, ദാറ്റ് ക്യാൻ ഈസിലി ബി ഡൗൺലോഡ് ആൻഡ് വർക്ക്ഡ് അഗെയിൻസ്റ്റ്. വളരെ ഈസിലി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ പാക്കേജസ് ആയിരിക്കും സിസ്റ്റംസ് ഫസ്റ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ്, ദി ഓപ്പറേറ്റ് ഓൺ കോമൺ ഹാർഡ്വെയർ ആൻഡ് സെക്കൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സച്ച് എസ് മൈക്രോസോഫ്റ്റ് വിൻഡോസ്. ഇനി സെക്കൻഡ് കാര്യം എന്ന് വെച്ചാൽ ദി ഓപ്പറേറ്റ് ഓൺ വളരെ കോമൺ ആയിട്ടുള്ള ഹാർഡ്വെയറും
സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരിക്കും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സച്ച് മൈക്രോസോഫ്റ്റ് വിൻഡോസ് അങ്ങനെയൊക്കെ പോലുള്ള കാര്യങ്ങളിലായിരിക്കും വളരെ കോമൺ ആയിട്ടുള്ള ഹാർഡ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് തേർഡ്, വിൻഡോസ് ആൻഡ് ദ കമ്പോണൻറ്റ് യൂസ്ഡ് വിത്തിൻ ദോസ് ആപ്ലിക്കേഷൻ ആർ വെൽ നോൺ ടു ട്രഡീഷണലി IT ഫോക്കസ്ഡ് സെക്യൂരിറ്റി റിസർച്ചേഴ്സ്. ഇനി ഈ പറയുന്ന വിൻഡോസ് ആണെങ്കിലും അതിൻ്റെ കമ്പോണൻസ് ആണെങ്കിലും യൂസ്ഡ് വിത്തിൻ ദോസ് ഈ ആപ്ലിക്കേഷൻസിനകത്ത് യൂസ് ചെയ്യുന്ന വിൻഡോസും അതുപോലെ കമ്പോണൻസ് എല്ലാം എന്താണ് വളരെ ട്രഡീഷണലി IT ഫോക്കസ്ഡ് സെക്യൂരിറ്റി റിസർച്ചേഴ്സിന് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഡിവൈസ് ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ ഒരു ഡിവൈസ് ഇൻസെക്യൂരിറ്റി നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ നേച്ചർ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വൾനറബിലിറ്റീസ് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കണം, റിവ്യൂ ചെയ്യണം. ദെൻ എന്താണ് ടൈപ്സ് ഓഫ് ഡിവൈസസ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡിവൈസിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് തേർഡ് നമ്മൾ ഈ പോയിന്റ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിസ്റ്റം സോഫ്റ്റ്വെയർ പാക്കേജസ് വളരെ ഈസിലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ പാക്കേജസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു സെക്യൂരിറ്റി വരുന്നില്ല അല്ലേ, ഒരു വൾനറബിലിറ്റി അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഹാർഡ്വെയറും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് പോലുള്ള യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു വൾനറബിലിറ്റി വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രഡീഷണൽ IT ഫോക്കസ്ഡ് സെക്യൂരിറ്റി റിസർച്ചേഴ്സിനൊക്കെ അറിയാവുന്ന സാധനങ്ങളാണ് ഈ വിൻഡോസും അതിൻ്റെ കമ്പോണൻസും എല്ലാം. അപ്പോൾ അവിടെയും എന്താണ് ഒരു വൾനറബിലിറ്റിക്ക് അവർക്ക് വേണമെങ്കിൽ ഒരു സൈബർ ത്രെഡായിട്ട് ഒരു ത്രെറ്റ് ഉണ്ടാക്കാൻ പോസിബിൾ ആണ്. അപ്പോൾ അതെല്ലാം എന്താണ് വൾനറബിലിറ്റീസ് ആണ്. അതാണ് ഡിവൈസ് ഇൻസെക്യൂരിറ്റി പറയുന്നത്. അതൊരു ചലഞ്ചാണ് അല്ലേ OT സെക്യൂരിറ്റിക്ക്. ഇനി സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് നോക്കുന്നത്, ഡിപ്പെൻഡൻസ് ഓൺ എക്സ്റ്റേണൽ വെൻഡേഴ്സ്. എന്താണ് എക്സ്റ്റേണൽ വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു തേർഡ് പാർട്ടിയാണ്, ഒരു തേർഡ് പാർട്ടി കമ്പനിയോ ഇൻഡസ്ട്രി. ഇവിടെ ഇപ്പോൾ ഇൻഡസ്ട്രി ഓപ്പറേഷൻസിനെ നമുക്ക് തേർഡ് പാർട്ടിയായിട്ട് എക്സ്റ്റേണൽ വെൻഡർ ആയിട്ട് പറയാൻ പറ്റും. അതായത് അവർ നമുക്ക് ഗുഡ്സും സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ആൾക്കാർ, അവരെ നമുക്ക് എക്സ്റ്റേണൽ വെൻഡേഴ്സ് എന്ന് പറയാം. അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് നമുക്ക് എന്തെങ്കിലും സർവീസസോ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ അവരുടെ ഒരു ഇപ്പം സപ്പോസ് നമ്മളിപ്പം വാട്സപ്പ് ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് നമ്മൾ ശരിക്കും അതിനൊരു ഓണർ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സാധനം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അവർ പറയാണ് നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് അത് മോണിറ്റർ ചെയ്യാനും അതിൻ്റെ അകത്തെല്ലാം മാനേജ് ചെയ്യാനും ഒക്കെ അവർക്കും ഒരു വേ ഉണ്ട്, ഒരു കോൺട്രാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ആ ഒരു മെസ്സേജ് അവിടെ ഒരു വൾനറബിലിറ്റി വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളൊരു നമ്മൾ പ്രൈവറ്റായിട്ട് ചാറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ മെസ്സേജ് ആ ഒരു വാട്സപ്പ് പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പം അതൊരു തേർഡ് പാർട്ടി, ഒരു എക്സ്റ്റേണൽ ആയിട്ട് അത് എവിടെ നിന്നാണോ അതിൻ്റെ സോഴ്സ്, നമ്മൾ ആ മേടിച്ച എക്സ്റ്റേണൽ വെൻഡേഴ്സ് നമുക്ക് അവിടെ പറയാം, അവർക്ക് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു വൾനറബിലിറ്റിക്കും ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, എക്സ്റ്റേണൽ വെൻഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പം അവിടുന്ന് അവർ നമ്മളൊരു സർവീസ് തരുമ്പം അല്ലെങ്കിൽ ഒരു കമ്പനി നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കത് മാനേജ് ചെയ്യാനും അതായത് മോണിറ്റർ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൾനറബിലിറ്റിക്കും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ചലഞ്ചാണ്. സോ ഡയറക്റ്റ് ആൻഡ് ഓൺ ഡിമാൻഡ് ആക്സസ് ടു ക്രിട്ടിക്കൽ സിസ്റ്റംസ്. ക്രിട്ടിക്കൽ സിസ്റ്റത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് ആയിട്ടുള്ള ആക്സസ് സംടൈംസ് റിട്ടേൺ ഡയറക്ട്ലി ഇൻ ടു കോൺട്രാക്ട്. അപ്പോൾ ആ ഒരു അത് കോൺട്രാക്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കും. ഓർ ആർ റിക്വയർഡ് ഫോർ വാലിഡ് പ്രൊഡക്റ്റ് വാറണ്ടീസ്, ഒരു പ്രോഡക്റ്റ് വാറണ്ടീസിന് വേണ്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് കോൺട്രാക്റ്റിൽ കൊടുത്തിരിക്കും അല്ലെങ്കിൽ പറയും. സോ ഇറ്റ് അലോസ് വെൻഡേഴ്സ് ടു അപ്പോൾ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ വെൻഡേഴ്സിന് റിമോട്ടായിട്ട് നമ്മുടെ കയ്യിലായിരിക്കും എക്യുപ്മെൻ്റ് ഉള്ളത് അല്ലെങ്കിൽ ആ കമ്പോണൻ്റ് ഉള്ളത്, പക്ഷേ അവർക്ക് റിമോട്ടായിട്ട് വേറെ സ്ഥലത്തിരുന്ന് അത് മാനേജ് ചെയ്യാനും ആ ഒരു എക്യുപ്മെന്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയും പറ്റും. ആൻഡ് അലേർട്ട് ദ കസ്റ്റമർ പ്രോബ്ലംസ് ആർ ബിഗിനിങ് ടു ക്രീപ്പ് ഇൻ. അപ്പോൾ പ്രോബ്ലംസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിനെ അലേർട്ട് ചെയ്യാനുമുള്ള ഒരു സംഭവം അവർക്ക് പറ്റും. So while contracts may be written to describe equipment monitoring, what type of access is required and under what conditions, they generally fail to address questions of shared liability for security breaches or process to ensure communication security. അതായത് നമ്മളിങ്ങനെ കോൺട്രാക്റ്റ് എഴുതിയിട്ടുണ്ടാകും, അവർക്ക് റിമോട്ട്ലി മോണിറ്റർ ചെയ്യാൻ വേണ്ടി മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോൺട്രാക്റ്റ് അവിടെ ഉണ്ടാകും. പക്ഷേ മേ ബി റിട്ടേൺ ടു ഡിസ്ക്രൈബ് എക്യുപ്മെൻറ്റ് മോണിറ്ററിങ് എന്നായിരിക്കും കോൺട്രാക്റ്റിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ എന്ത് ടൈപ്പ് ഓഫ് ആക്സസ് ആണ് അവർ ചെയ്യുന്നത് ഈസ് റിക്വയർഡ് ആൻഡ് എന്ത് കണ്ടീഷനിലാണ് അവരുടെ ആ ഒരു ആക്സസ്, ഒരു എക്സ്റ്റേണൽ വെൻഡറിൻ്റെ ആക്സസ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് കണ്ടീഷനിലാണ്, അതെല്ലാം ആ കറക്റ്റായിട്ട് പറയാൻ വേണ്ടി ചിലപ്പോൾ ചെയ്തെന്ന് വരത്തില്ല. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ ഏത് സൈഡിൽ നിന്നാണ്, എക്സ്റ്റേണൽ വെൻഡേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു വൾനറബിലിറ്റിക്ക് അവിടെ ഒരു ഹോപ്പ് ഉണ്ട്, ഒരു ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതും ഒരു ചലഞ്ചാണ്. നമുക്കറിയാൻ പറ്റില്ല എവിടെ നിന്നാണ് നമുക്ക് ആ പ്രശ്നം വരുന്നത്. കാരണം നമ്മുടെ എക്സ്റ്റേണൽ വെൻഡേഴ്സ് അവരുടെ ഓൾറെഡി ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കസ്റ്റമറിനെ ആ പ്രോബ്ലം പറഞ്ഞു കൊടുക്കും, അലേർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വേറെ എന്ത് രീതിയിലാണ് അവരുടെ ആക്സസ് വരുന്നത്, ഏത് കണ്ടീഷൻസിലാണ്, ഇതൊക്കെ നമുക്ക്
അറിയാൻ അതിൻ്റെ ഒരു പ്രശ്നം ചിലപ്പം ഇത് ഒരു വൾണറബിലിറ്റിയിലേക്ക് പോകാൻ പറ്റും. സോ ജനറലി ഫെയിൽ ടു അഡ്രസ് ക്വസ്റ്റ്യൻസ് ഓഫ് ഷെയർഡ് ലയബിലിറ്റി ഫോർ സെക്യൂരിറ്റി ബ്രീച്ചസ് ഓഫ് പ്രോസസ് ടു എൻഷുർ കമ്മ്യൂണിക്കേഷൻ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന കാര്യത്തിൽ അവിടെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഡിപ്പെൻഡൻസ് ഓൺ എക്സ്റ്റേണൽ വെൻഡേഴ്സ്. നമ്മൾ ലാസ്റ്റ് പോയിന്റ് ആണ് നോക്കുന്നത്, സെക്യൂരിറ്റി നോളജ്. In the industrial operation space, the technical investment is primarily in connectivity and computer. അതായത് ഈ ടെക്നിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻ സ്പേസിൽ വരുമ്പോഴത്തേക്ക് കണക്ടിവിറ്റിക്കും കമ്പ്യൂട്ടിങ്ങിനും ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് സീൻ ഫാർ ലെസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെക്യൂരിറ്റി റിലേറ്റീവ് ടു ഇറ്റ്സ് IT കൗണ്ടർ പാർട്സ്. അപ്പോൾ IT സിസ്റ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിന് അവിടുത്തെ സെക്യൂരിറ്റിക്ക് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡ്യൂ ടു ദി ഇമ്പോർട്ടൻസ് ഓഫ് സെക്യൂരിറ്റി ഇൻ ദി ഇൻഡസ്ട്രിയൽ സ്പേസ് ഓൾ ലൈക്ലി അറ്റാക്ക് സർഫസ് ആർ ട്രീറ്റഡ് ആസ് അൺസേഫ്. അതായത് ഇത്രയേ ഉള്ളൂ, ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻസ് കണക്ടിവിറ്റിക്കും കമ്പ്യൂട്ടിങ്ങിനും ഒക്കെ ആയിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ അവർ ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റോ ആ ഒരു കാര്യത്തിൽ ഇമ്പോർട്ടൻസോ കൊടുക്കുന്നില്ല. ഈവൻ ദോ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തായാലും ഒരു സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു വൾണറബിലിറ്റി അവിടെ എന്തായാലും കാണും. സോ IT സിസ്റ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിന് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ സിസ്റ്റം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിവൈസുകൾക്കൊക്കെ സെക്യൂരിറ്റി കുറവായിരിക്കും. സോ ആ ഒരു ഏരിയയിൽ നിന്ന് ഡെഫിനറ്റ്ലി അവിടെ ഒരു വൾണറബിലിറ്റി വരും, അവിടെ നിന്നൊരു പ്രശ്നം വരും. സോ നമ്മൾ ഈ അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടുത്തെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്. സോ ഇതെല്ലാമാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ചലഞ്ചസ്. അപ്പോൾ 6 ചലഞ്ചസ് ആണ് പറഞ്ഞത്. അതിൽ ഒരു ചലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കുറേ പ്രോട്ടോകോൾസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ ചലഞ്ചസ്? സെക്യൂരിറ്റി നോളജ് വേണം, അതുപോലെ ഡിപ്പെൻഡൻസ് ഓഫ് എക്സ്റ്റേണൽ വെൻഡേഴ്സ്, ഡിവൈസ് ഇൻസെക്യൂരിറ്റി, ദെൻ എന്തൊക്കെയാണ് കുറേ പ്രോട്ടോകോൾസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇൻസെക്യൂർ ഓപ്പറേഷൻ പ്രോട്ടോകോൾസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ എന്താണ്, അതായത് പല പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുമ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പെർവസീവ് ലെഗസി സിസ്റ്റംസ് അല്ലേ. പിന്നെ എന്താണ് ഫസ്റ്റ് വൺ, ഇറോഷൻ ഓഫ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. അപ്പോൾ ഇത്രയും OT സെക്യൂരിറ്റി ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുന്നേ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് കുറച്ച് വലുതായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ട്. ഈസിയാണ്, അതുപോലെ തന്നെ കുറേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.